സംഘടനാ ദൗർബല്യം പരിഹരിച്ചു, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൻ്റെ സ്വഭാവം, കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മളെ ഓർപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഇത് ഈ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി അടി പൊട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? ഒരടിയും പൊട്ടത്തില്ല. ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടു കൂടിയാണ് ചുരം ഇറങ്ങിയത്. ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിയത് കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടാവില്ല. ഇങ്ങനെ എത്ര പ്രാവശ്യം ഓരോ ഐക്യത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചിറങ്ങി നമ്മൾ കാത്തിരിക്കുക. ഈ രാഷ്ട്രീയ കേരളം എത്ര പ്രാവശ്യം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സ്വപ്നമാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. ആ സ്വപ്നം ഇത്തവണ നടക്കില്ല. ഇപ്പോൾ താങ്കൾ, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, ഇവർ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങൾ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളവരാണ്. ഇത് എപ്പോൾ സെറ്റിൽ ചെയ്യും, എങ്ങനെ സെറ്റിൽ ചെയ്യും? ഞാൻ തുറന്നു പറയാം. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിളിച്ചു. ഞങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിച്ചു, ഞങ്ങൾ കൂട്ടായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു: കേരളത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് UDFൻ്റെ ജയമാണ്. ആ ജയമുണ്ടായാൽ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അവിടെ ഞങ്ങളെല്ലാവരും അത് എഗ്രി ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകാൻ പോകുന്നില്ല. സീറ്റുകളുടെ കാര്യത്തിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകാൻ പോകുന്നില്ല. ആ പ്രതിജ്ഞയുമായിട്ടാണ് ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിയത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യമാണ്. പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം അപ്പോൾ ഘടകമാവില്ല. പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെക്കാളൊക്കെ ഉപരിയായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇതെല്ലാം അറിയാവുന്നവരല്ലേ, അവർ തീരുമാനിക്കട്ടെ. അല്ല, അങ്ങനെ ഒരു അതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു രീതി പലയിടത്തും. അത് ഇത്തവണ ഉണ്ടാവില്ല എന്നല്ല. അതുണ്ടാവും, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അതെ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ, പണ്ടൊക്കെ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം, ഇപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ MLA സ്ഥാനാർത്ഥികളാക്കാനുള്ള വലിയ മത്സരം കാണാൻ സാധ്യതയില്ലേ? ഞാൻ ആ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന്. അതിനകത്ത് എല്ലാം ഉണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിൻ്റെ കൂടെ താങ്കൾ പറഞ്ഞു പാർലമെൻ്ററി പാർട്ടിയുടെ അഭിപ്രായവും ചോദിക്കും. വേണമെങ്കിൽ ചോദിക്കാം. അല്ല, സാധാരണഗതി ഞങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇപ്പോൾ ആരും DK ശിവകുമാർ ആകാൻ ആഗ്രഹിക്കില്ലല്ലോ, സിദ്ധരാമയ്യ ആകാനല്ലേ ആഗ്രഹിക്കുള്ളൂ. DK ശിവകുമാറിന് കിട്ടിയ പണി പോലെ ഒരു പണി ഇവിടെ കിട്ടാൻ പാടില്ലല്ലോ. ജിമ്മി, ഇതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അല്ല, അത് ഞങ്ങളുടെ ഇടയിൽ ഇപ്പം ഞങ്ങൾ എല്ലാ കല്യാണത്തിനും മരണത്തിനും പോകുമ്പോൾ ജനങ്ങൾ പറയുന്നത് എന്താ അറിയോ? നിങ്ങളൊന്ന് ഒന്നിച്ചിരിക്കേ, ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ അവരുടെ ആ അഭിപ്രായത്തെ മാനിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറയണം. ഒന്നെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും ഒറ്റ, അങ്ങനെയാണ് ഇത് വരുന്നത്. അതോ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ്. പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണെങ്കിൽ MLA-മാർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ചിന്ത. വളരെ വ്യക്തമായി കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അവിടെ there ends the matter.